മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീർ ഇബ്നു കസീറിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു. ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത്, അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖറഅ ഹാമീം അല്ലതി യുദ്കറു ഫീഹാ അദ്ദുഖാൻ യൗമ തഅതി അസ്സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറഞ്ഞ ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്ത്, ദുഖാൻ എന്ന് പരാമർശിക്കപ്പെട്ട ആ ഹാമീം അതാരെങ്കിലും ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അയാൾക്കും നാളെ നേരം വരുമ്പോൾ അല്ലാഹു തആല പാപമോചനം നൽകിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാദുഹു ജയ്യിദുൻ, അത് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ്. പാപങ്ങൾ പൊറുക്കപ്പെടലാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ, ഒരു ദിവസത്തിന്റെ പകലങ്ങ് കഴിഞ്ഞാൽ, ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പടച്ചവനെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ്. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്തു യാസീൻ രാത്രി ഓതുന്നത്, സൂറത്തു ദുഖാൻ രാത്രി ഓതുന്നത്. നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് അതിന്റെ പുണ്യം. നമ്മൾ സ്ഥിരമായിട്ട് വിറുദിന്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകൾ ഉണ്ടായിരിക്കും. യാസീനും തബാറക്കയും സൂറത്തുൽ വാഖിഅയും ദുഖാനും ഒക്കെ എന്ന് ഓതുന്ന ആളുകളുണ്ടായി. അവർക്ക് നിലനിർത്തിപ്പോലെ ആ ഓതുന്ന ഇബാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ, ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അതിന്റെ പുണ്യം. അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഭാഗ്യമൊക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.